സുനു, എൻ്റെ സ്കൂൾ ഡേയ്സിൽ ഭയങ്കര ഫൺ ലവിങ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. എല്ലാവരെയും ചിരിപ്പിച്ച് എപ്പോഴും ഒരു ചിരിച്ച ഫേസോട് കൂടി അവളെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇപ്പൊ സ്കൂൾ കഴിഞ്ഞിട്ട് അടുത്ത ബിടെക്കിന്റെ ഫസ്റ്റ് ഇയറിലാണ് അവൾ സൂയിസൈഡ് ചെയ്തു എന്നുള്ളൊരു വാർത്ത അറിയുന്നത്. അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. കാര്യം ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല ഇത്രയും ലൈഫിൽ ഹാപ്പി ആയിട്ട് നടക്കുന്ന ഒരാൾ ഇതിലോട്ട് പോകും എന്ന് എക്സ്പെക്ട് ചെയ്യാത്തൊരു ഇൻസിഡന്റ് ആയിരുന്നു അത്. അതെ, പണ്ടൊക്കെ നമ്മൾ റെയർ ആയിട്ട് കേട്ടുന്ന ഒരു കാര്യമായിരുന്നു കുട്ടികളുടെ ഇടയിലുള്ള സൂയിസൈഡ്. എന്നാ ഇപ്പൊ നമ്മള് ന്യൂസ് നോക്കുമ്പോ അത് സ്ഥിരം കാണുന്ന ഒരു വാർത്തയായി മാറി. ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെ അങ്ങോട്ട് നോട്ടീസ് ചെയ്തിരുന്നില്ല. പക്ഷെ ഇപ്പൊ വരുന്ന റിപ്പോർട്ട്സ് അത് ഇപ്പൊ പറഞ്ഞത് പ്രൂവ് ചെയ്യുന്ന റിപ്പോർട്ട്സ് ആണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഇപ്പോൾ ലാസ്റ്റ് വന്ന റിപ്പോർട്ടിൽ ശരിക്കും പറഞ്ഞാൽ ആനുവൽ സൂയിസൈഡ് റേറ്റ് ഇന്ത്യയിലെ ഓവറോൾ ആനുവൽ സൂയിസൈഡ് റേറ്റ് നോക്കുമ്പോൾ ഇറ്റ് ഇസ് ഇൻക്രീസ് ബൈ 2%. പക്ഷെ എന്നാൽ അതിൽ തന്നെ സ്റ്റുഡന്റ് സൂയിസൈഡ് റേറ്റ്സ് എന്ന് പറയുന്നത് 4% ആണ് റൈസ്. ഓൾമോസ്റ്റ് ഡബിൾ അല്ലേ, ഡബിൾ ദ റൈസ് ആണ് സ്റ്റുഡന്റ് സൂയിസൈഡ് റേറ്റ്സിന് വരുന്നത്. നമ്മുടെ ഒരു ടോട്ടൽ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിനേക്കാളും ഒരു ഓവറോൾ സൂയിസൈഡ് റേറ്റിനേക്കാളും കൂടുതലാണ് സ്റ്റുഡൻസിന്റെ ഇടയിലുള്ള സൂയിസൈഡ് റേറ്റ്. നമ്മളൊരു കഴിഞ്ഞ 10 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ 0 to 24 ഏജ് കാറ്റഗറിയിലുള്ള പോപ്പുലേഷൻ അത് 1 മില്യൺ ആയിട്ടാണ് ഡിക്രീസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്പർ ഓഫ് സൂയിസൈഡ്സ് എന്ന് പറയുന്നത് ഒരു 6,000 അറൌണ്ടിൽ നിന്നും ഓൾമോസ്റ്റ് 13,000 കൂടിയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇന്ത്യയിൽ നോക്കുമ്പോൾ മഹാരാഷ്ട്ര, തമിഴ്നാടു, മധ്യപ്രദേശ് ഈ 3 സ്റ്റേറ്റ്സിലാണ് കൂടുതൽ സൂയിസൈഡ് റേറ്റ്സ് ഉള്ളത്. അപ്പൊ എന്തൊക്കെയായിരിക്കാം അതിന്റെ എക്സാക്ട് റീസൺസ്, ഇതിലോട്ട് ലീഡ് ചെയ്യുന്ന റീസൺസ്? മെയിൻ ആയിട്ടും അക്കാഡമിക് ഡിസ്ട്രസ് അല്ലേ. അതായത് ഇപ്പൊ പേരൻസിന് മാർക്സിനോടും ഗ്രേഡ്സിനോടും ഉള്ള ഒബ്സഷൻ അത് കിട്ടാതെ വരുമ്പോ അവർ കുട്ടികൾ ചെലുത്തുന്ന ഒരു പ്രഷർ. ശരിയാണ്, അത് ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ ചില പേരൻസിനെ സംബന്ധിച്ച് ഞാൻ അച്ചീവ് ചെയ്ത അതേ രീതിയിൽ എൻ്റെ കുട്ടിയും അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു ഇന്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ ബാക്കി ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് കിട്ടാതെ പോയത് അവൻ അച്ചീവ് ചെയ്യുക എന്നുള്ളൊരു പ്രഷർ ആയിരിക്കാം. ഈവൻ കരിയർ ചോയ്സിൽ നമുക്കത് കാണാൻ പറ്റും അല്ലെ. അതെ, അപ്പൊ കുട്ടികളുടെ ഒരു ഇൻട്രസ്റ്റും പാഷനും പെർസ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർക്കില്ല. അവിടെയും പേരൻസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു പ്രഷറും കാര്യങ്ങളും. അതെ. അതിനോടൊപ്പം തന്നെ കുട്ടികൾ ചെറുതിലെ വളർന്നു വരുന്ന ആ ഒരു എൻവയൺമെന്റ് അവരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു തോന്നുന്നു അല്ലെ. ഈവൻ 2 എക്സ്ട്രീം ആണെങ്കിലും, അതായത് ഇപ്പൊ എല്ലാം സമ്മതിച്ചു കൊടുക്കുന്ന, ഒരു പൊടി പോലും കുട്ടി വിഷമിക്കരുത് എന്ന് വിചാരിച്ച എല്ലാ ആഗ്രഹങ്ങളും ഉടനെ സാധിച്ചു കൊടുക്കുന്ന ഒരു എൻവയൺമെന്റിൽ വളർന്നു വരുന്ന കുട്ടി ഒരു തീരെ റെസിലിയന്റ് അല്ലാതെ ഒരു ചെറിയ ഒരു പ്രോബ്ലം വരുമ്പോൾ തന്നെ ആകെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. അവിടെയാണ് ഒരു റെസിലിയൻസ് കുട്ടിക്ക് കൂടുതൽ കൊണ്ടുവരേണ്ട ഒരു ആവശ്യം നമ്മൾ ആസ് പേരൻസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ അക്കാഡമിക് പ്രഷറിനോടൊപ്പം തന്നെ കുട്ടികൾ വളർന്നു വരുന്ന ഒരു എൻവയൺമെന്റും അവരെ ഒരുപാട് മോൾഡ് ചെയ്യും തോന്നുന്നു. അതായത് ചെറുതിലെ തന്നെ എല്ലാം ആഗ്രഹിക്കുമ്പോൾ അപ്പോൾ സാധിച്ചു കൊടുക്കുന്ന പേരൻസും ചുറ്റുമുള്ള ഗ്രാൻഡ് പേരൻസും ഒക്കെ, അങ്ങനെ നമ്മൾ ഒരുപാട് ക്രിങ്കിൽ അങ്ങനത്തെ കേസസ് ഒരുപാട് വരാറുണ്ട്. അതായത് കുട്ടിക്ക് എന്താണ് ഒരു നോ എന്ന് പറയുന്നത് കുട്ടി കേട്ടിട്ടേ ഇല്ല. അല്ലെങ്കിൽ പല പല സമയത്തും പേരൻസിന് പേടിയായിരിക്കും, ഞാനൊരു നോ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ റിയാക്ട് ചെയ്യുക, അടുത്ത് വരുന്ന ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കും. ചിലപ്പോ തിരിച്ച് പേരൻസ് ഒരു നോ പറഞ്ഞു കഴിഞ്ഞാലും ഗ്രാൻഡ് പേരൻസ് അത് സാധിച്ചു കൊടുക്കുന്ന സിറ്റുവേഷൻസും മറ്റൊരു എക്സ്ട്രീം അതെ അങ്ങനെയും വരാറുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നു വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് തീരെ ഒരു നോ കേട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ലൈഫിൽ ഒരു ചെറിയ സെറ്റ് ബാക്ക് വരുമ്പോൾ തന്നെ ആകെ തകർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. അതോടൊപ്പം അതിന്റെ മറ്റേ എക്സ്ട്രീമും റെലവെന്റ് ആണെന്ന് തോന്നുന്നു അല്ലെ. അതെ, എന്നാ കുട്ടിക്ക് ഒരു സെറ്റ് ബാക്കും കാര്യങ്ങളും വന്നാ നമ്മൾ അവിടെ ഇമോഷണലി അവൈലബിൾ ആണോ, നമുക്കൊരു സേഫ് സ്പേസ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, അവരെ കേട്ടിരിക്കാൻ നമ്മളുണ്ടോ, അതോ എല്ലാം നമ്മൾ ഡിസ്മിസ് ചെയ്ത് വിടുകയാണോ? അതെ അതെ, പല സാഹചര്യത്തിലും കുട്ടികളുടെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ആരൊക്കെ അറിഞ്ഞാലും എന്റെ പേരൻസ് അറിയരുത് എന്നുള്ളൊരു ഹിന്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു റിയാക്ഷൻ കുട്ടികൾക്ക് ലഭിക്കുന്നത്. മക്കളെ തന്നെ നല്ല രീതിയിൽ എത്തിക്കാനും നല്ല ജോലിയിലേക്ക് എത്തിക്കാനും ഒക്കെ ആയിരിക്കും നമ്മുടെ ഈ ഓട്ടത്തിനിടയിൽ നമ്മൾ അവരെ പ്രഷറൈസ് ചെയ്യുക. പക്ഷെ അങ്ങനെ വരുമ്പോൾ അവരുടെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ റൈറ്റ് ആയിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു അക്നോളജ്മെന്റ് പോവാതെ ഓവർ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവർക്ക് തീരെ നമ്മൾ അപ്രോച്ചബിൾ അല്ലാതായി കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോൾ ആരും എത്തിപ്പെടാനില്ല, ആരോടും ഷെയർ ചെയ്യാനില്ല എന്നൊരവസ്ഥയിലേക്കാണ് അവർ പോകുന്നത്. അതും ഈ ഒരു സൂയിസൈഡിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു വലിയ കാരണമാണ്. ആ ഒരു ഫിയർ എലമെന്റും കാര്യങ്ങളും, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ ജഡ്ജ് ചെയ്യോ എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ചുറ്റുമുള്ളവരാണെങ്കിലും അവരിൽ നിന്നും കിട്ടുന്ന ഒരു ലാക്ക് ഓഫ് സപ്പോർട്ട് അല്ലേ. ഈവൻ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ തന്നെ അവരെ നമ്മൾ നോക്കിക്കാണുന്ന രീതി, സൊസൈറ്റൽ സ്റ്റിഗ്മ. അതെ, അതും ഭയങ്കര ഇതാണ്. അതായത് ഒരു കുട്ടിക്കാണെങ്കിലും പേരന്റിനാണെങ്കിലും ഒക്കെ ആ ഒരു പ്രോബ്ലം ഉള്ളപ്പോൾ ഒരു റൈറ്റ് ആയിട്ടുള്ള ഹെൽപ്പ് സീക്ക് ചെയ്യാൻ അവർ പലപ്പോഴും മടിച്ചു വെക്കുന്നത് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും. അതെ, ഈവൻ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ എന്താ നാട്ടുകാർ പറയാ, എന്താ വീട്ടുകാർ പറയാ എന്നുള്ളൊരു തോട്ടാണ് ഭയങ്കരമായിട്ട് അവരെ ഈ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു.
അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഒരു യങ് ജനറേഷൻ ഈ ഒരു സൂയിസൈഡിലേക്ക് പോകാതിരിക്കാൻ നമ്മൾ ആസ് എ ഫാമിലി ആണെങ്കിലും ആസ് എ സൊസൈറ്റി ആണെങ്കിലും നമുക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്. അതെ, ആസ് പേരൻസ് ഇപ്പൊ ഒരു ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ, അതിപ്പം നമ്മളൊരു കോൺവെർസേഷൻ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പൊ നോട്ട് ജസ്റ്റ് അബൌട്ട് സ്റ്റഡീസ് അല്ലേ, ഹൗ ആർ ദേ ഫീലിംഗ് ഇമോഷണലി, അവരുടെ ഒരു മെന്റൽ സ്റ്റേറ്റും കാര്യങ്ങളും, അപ്പൊ അങ്ങനെ ഒരു റെഗുലർ ചെക്കിൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ. അതെ അതെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം നമ്മളും തിരക്കിട്ട് ഇപ്പൊ ഒരു വർക്കിംഗ് കൂടാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിരക്കിട്ട് നമ്മുടെ ഒരു ലൈഫിലെ ഓട്ടോ ആയിരിക്കും. അതിനിടയിൽ കുട്ടികളുമായിട്ടുള്ള നമ്മുടെ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ആകെ അവർ പഠിച്ചോ, അവർ ഭക്ഷണം കഴിച്ചോ, അവരെ കുളിച്ചോ, അങ്ങനെയുള്ള ചെക്കിൻസ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ എന്നാൽ അതിലുപരി അവര് ഹൗ ആർ ദേ ഫീലിംഗ് എന്നും അവരുടെ ഫീലിങ്സിനോട്ട് റൈറ്റ് ആയിട്ട് കണക്ട് ചെയ്യാനും അതിനെ അക്നോളജ് ചെയ്യാനും ഒരു പ്രോബ്ലം ഉണ്ടായാൽ നമ്മളോട് തുറന്നു വന്ന് പറയാനുള്ള ഒരു ഓപ്പൺനെസ് നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൂടെ കുട്ടികൾക്ക് കിട്ടണം. പിന്നെ ഓരോ വാർണിംഗ് സൈൻസും കാര്യങ്ങളും, ഇപ്പൊ എന്തെങ്കിലും ബിഹേവിയറൽ ചേഞ്ച്, അല്ലെങ്കിൽ ഒരു കാര്യം നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കുട്ടി അവിടെ ഒരു ലോസ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നു, അങ്ങനെ നമുക്ക് തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഓരോ ചേഞ്ചസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിനോട് ഓപ്പൺ ആണെങ്കിൽ ഓൾസോ ഹെൽപ്പ്. അതെ, പല സമയത്തും അങ്ങനത്തെ വാർണിംഗ് സയൻസിനെ പേരൻസ് എടുക്കുന്നത് വഴക്ക് പറഞ്ഞിട്ടാണ്. നീ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയല്ലേ നടന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഭയങ്കര നമ്മൾ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒന്നായിരിക്കും നമ്മൾ സംസാരിക്കുക. ഒരു ഫ്രണ്ടുമായിട്ട് വഴക്കിട്ട ആ ഒരു ഇൻസിഡന്റ് ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര സില്ലി ആയിരിക്കും, പക്ഷെ എന്നാൽ കുട്ടികളെ സംബന്ധിച്ച് അതൊരു വലിയ ഫീലിംഗ് ആണ്. അപ്പൊ അവരുടെ ഫീലിങ്സിനെ റൈറ്റ് ആയിട്ട് അക്നോളജ് ചെയ്യാന്നുള്ളതും അതുമായിട്ട് കണക്ട് ചെയ്യാന്നുള്ളതും അവരുടെ ഓരോ വാർണിംഗ് സൈൻസും നമ്മൾ റൈറ്റ് ടൈമിൽ തന്നെ അഡ്രസ് ചെയ്യാന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മൂന്നാമതായി നമ്മൾ സ്റ്റാർട്ടിങ് പറഞ്ഞതുപോലെ തന്നെ ഒരു അക്കാഡമിക് പ്രഷർ അല്ലെങ്കിൽ അക്കാഡമിക് പ്രഷർ ആണെങ്കിലും ഒരു റൂട്ടീനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള പ്രഷർ ആണെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് പോകുന്ന ആ ഒരു പ്രഷർ കുട്ടികളെ ഒരുപാട് ഓവർവെൽഡ് ഒരു ഫീൽ കൊടുക്കും അല്ലെ. അത് ഭയങ്കര സ്ട്രെസ്ഫുൾ ഒരു ഇവന്റിലേക്കാണ് അവരെ നയിക്കുന്നത്. എസ്പെഷ്യലി ചെറുതിലെ അവർക്ക് കിട്ടുന്ന ആ ഒരു എൻവയൺമെന്റ് ഒരു കാം ആൻഡ് പീസ്ഫുൾ എൻവയൺമെന്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി കോൺട്രിബ്യൂട്ട്സ് ടു ദെയർ പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് അല്ലേ. അപ്പോൾ വളർന്നു വരുമ്പോഴും ഓരോ പ്രഷേഴ്സ് അത് മറ്റൊരു ഇതാണ്. സുനു പലരും പറഞ്ഞു കേട്ടിട്ടില്ലേ, ചെറുതിലേ ഞാൻ നല്ല രീതിയിലാണ് കുട്ടികളോട് നിൽക്കുന്നതെങ്കിൽ ചെറിയൊരു സെറ്റ് ബാക്ക് വരുമ്പോൾ തന്നെ അവൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റാണ്ടായി പോകുന്നു. ശരിക്കും പറഞ്ഞാൽ സ്റ്റഡീസ് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ. അതായത് എത്രത്തോളം ഒരു കാം ആൻഡ് പോസിറ്റീവ് എൻവയൺമെന്റ് നമുക്ക് കുട്ടികൾക്ക് നൽകാൻ പറ്റുന്നോ അത്രത്തോളം അവരുടെ മെന്റൽ ഹെൽത്ത് പോസിറ്റീവ്ലി ഇംപ്രൂവ് ആവും. ഒരു നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള ഒരാൾക്കാണ് പിന്നെ വരുന്ന സെറ്റ് ബാക്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി അറ്റ് ഹോം എന്നുള്ളത് അത് ആസ് എ ഫാമിലി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഡിസിഷൻ ആണ്. ഇപ്പൊ മെന്റൽ ഹെൽത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിലും ഇമോഷൻസ് ഷെയർ ചെയ്യാന്ന് പറയുന്നത് അല്ലെ, അത് കുറേം കൂടി ഒരു നോർമലൈസ്ഡ് ആവേണ്ട കാര്യമാണെന്ന് തോന്നുന്നു. ഇറ്റ്സ് ഓക്കെ ടു ഡു ദാറ്റ്. അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് അത് ഒരിക്കലും ആ ആളുടെ വീക്ക്നെസ്സിനെ അല്ല കാണിക്കുന്നത്. ഇറ്റ് ടേക്സ് സം കറേജ് ടു ഡു ദാറ്റ്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ കുട്ടികളിൽ ഇൻസ്റ്റിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയില് ഒരു ബോയ്സിന്റെ അടുത്താണ് അത് കൂടുതലൊരു ബോയ്സ് ഡോണ്ട് ക്രൈ എന്നുള്ള ഒരു ടാഗ് അല്ലേ, ഇപ്പൊ അവരെന്തൊക്കെ വിഷമത്തിലൂടെ കടന്നു പോയാലും ബോയ്സ് ഡോണ്ട് ഡു ദാറ്റ് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും അവര് ഉള്ളിലേക്ക് ഒതുങ്ങി പോകുന്നു. അല്ലെങ്കിൽ ഞാൻ കരയുമ്പോൾ എന്റെ ആണത്വം നഷ്ടപ്പെടുന്നു. അതെ, എന്റെ ഒരു വീക്ക്നെസ് ആണ് എന്നുള്ളതാണ്. അതെ, നമ്മുടെ ബോഡിയുടെ ഒരു റിപ്പയർ മെക്കാനിസം തന്നെയാണെന്നുള്ളത് ശരിക്കും നമ്മുടെ മക്കളെയും നമ്മൾ സ്വയം അത് റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതെ അതെ. ഇപ്പൊ ഒരു ചെറിയ കാര്യത്തിന് കുട്ടി കരയുമ്പോൾ ഇത്ര സില്ലി കാര്യത്തിന് എന്തിനാ കരയുന്നതെന്ന് പറഞ്ഞ് നമ്മൾ ഡിസ്മിസ് ചെയ്യുന്ന അവിടെ തുടങ്ങുകയാണ്. കരയാനൊരു സ്പേസ് കൊടുക്കുക എന്നുള്ളതും ഒക്കെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ വിച്ച് ആഡ്സ് ഓൺ ടു ദെയർ മെന്റൽ ഹെൽത്ത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ആസ് പേരൻസ് നമുക്ക് ഫാമിലിക്കുള്ളിൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ ആസ് എ സൊസൈറ്റി ഓൾസോ നമുക്ക് വലിയ റോളുണ്ട്. നമ്മൾ പലപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ ഫീലിങ്സിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു തേർഡ് പാർട്ടി, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ പറ്റി പറഞ്ഞല്ലോ, ആ ഒരു തേർഡ് പാർട്ടി ശരിക്കും നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന ഒരാൾ എത്ര ഹാപ്പി ആണെങ്കിലും എത്ര ചിരിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിലും വി ഡോണ്ട് നോ ദെയർ ഹിസ്റ്ററി, വാട്ട് ഇസ് ഗോയിങ് ഇൻസൈഡ് ദെം എന്നുള്ളതല്ലേ. അതെ, ഓരോ ആൾക്കാരുടെ അടുത്ത് നമ്മളൊരു ഡീപ് ടോക്ക് വരുമ്പോഴായിരിക്കും വാട്ട് ആർ ദേ ഗോയിങ് ത്രൂ എന്നുള്ളൊരു കാര്യം. നമ്മൾ ആ സർഫസ് ലെവലിലുള്ള കാര്യങ്ങളും അവരുടെ പുറത്തുള്ള കളിയും ചിരിയും മാത്രമായിരിക്കും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം. പക്ഷെ ചുറ്റുമുള്ളവർക്ക് നമുക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഗോസ് എ ലോങ് വേ. എല്ലാവർക്കും ആ ഒരു സ്ട്രഗിൾ ഉണ്ടെന്നുള്ളൊരു റിയലൈസേഷനിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടുക, അത് തന്നെ ആസ് എ സൊസൈറ്റി നമുക്ക് നല്ലൊരു ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ ഈ ഒരു സ്റ്റിഗ്മ അറൌണ്ട് സീക്കിംഗ് ഹെൽപ്പ് എന്നുള്ളത് അതും നമ്മൾ ഒരുമിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ. അതെ, ബി കൈൻഡ് ടു ഈച്ച് അതർ.